പിറക്കുവാൻ ഉണ്ണി നീ വായു, ബേഥലെ മഞ്ഞള പോലെ ശാന്തിയും സൗഖ്യവും തായു. യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, സങ്കീർത്തനം 147:11 തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവനെയാണ് കർത്താവ് കടാക്ഷിക്കുന്നത്. ദൈവത്തിൽ നിന്നൊരു സാന്നിധ്യമോ വിടുതലോ വിമോചനമോ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തെ, എന്ന് വെച്ചാൽ നമ്മുടെ ശക്തിക്ക് അതീതമായി നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ദൈവ സാന്നിധ്യത്തിൽ ആശ്രയിക്കണം. ആദരവോടുകൂടി ആഴമായി അവിടുത്തെ കരുണയെ ചാരണം. ഒരു ചാരുകസേരയിൽ വല്യപ്പച്ചൻ ഇരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ കരുണയുടെ ചാരുകസേരയിൽ ഇരുന്ന് ചാരിക്കിടക്കണം. കൺമുമ്പിൽ ഒരു കുന്തവുമില്ലായിരിക്കും, നമുക്ക് ആശ്രയിക്കാൻ ഒന്നും കാണില്ല. പക്ഷെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ അറുതിയില്ലാതെ ആശ്രയിക്കുന്നവരുടെ മേലെ ദൈവപ്രസാദം ഇറങ്ങി വരും. നിങ്ങളിപ്പോൾ ഒരു കുടുക്കിലാണോ, പ്രശ്നത്തിലാണോ, ഭാരത്തിലാണോ? നമുക്ക് ഒറ്റ ഉത്തരമേ ഉള്ളൂ: ദൈവ സാന്നിധ്യത്തെ ചാരുകസേരയിൽ ഇരുന്ന് ചാരുന്നത് പോലെ ചാരിക്കിടന്ന് പുണരുക, പ്രണയിക്കുക. ദൈവ സാന്നിധ്യം നമ്മെ ഉയർത്തിയെടുക്കും. ആമേൻ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സിയോൻ ധ്യാന കേന്ദ്രം 16ാമത് സീനിയർ സിറ്റിസൺ ധ്യാനം ഒരുക്കുകയാണ്. 15 ധ്യാനങ്ങളിലൂടെ കടന്നുപോയി കരിമേഘങ്ങൾ നിറഞ്ഞ മനസ്സുമായി വന്ന് മഴവില്ല് പോലെ മടങ്ങിപ്പോയ അനേകം മാതാപിതാക്കളുടെ അനുഭവ സാക്ഷ്യങ്ങളുടെ മുദ്രയായി വീണ്ടും 16ാം ധ്യാനം ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന അപൂർവ സമ്മാനമാണിത്. ഡിസംബർ 16, 17, 18, 19 തീയതികളിൽ ഉള്ളിലൊരു അഭിഷേകവും പ്രചോദനവും വരുന്നവർ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ മുറികൾ ബുക്ക് ചെയ്യുക. സ്വാഗതം. ആമേൻ, ആമേൻ.